വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണായോണ്ട് അധികം സംസാരിക്കൊന്നും പറ്റിയില്ല. യമുന, നല്ല പേര്. സുധാര നോക്കിയ നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ഇന്നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. നോക്കിയാ കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. യാത്ര വേറൊന്നല്ല, പേടിക്കണ്ട. കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? കണ്ണ എണീക്ക്, വാ, വീടെത്തി. എന്തുറക്കാത്? ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ. അമ്മേ, ഇതാ കുട്ടി. കാല് തൊട്ട് വലുത് കാല്, വലുത് കാല്. അല്ല കണ്ണാ, ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പ്, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കുന്ന മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല പോയി സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വീട്ടിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റൂല. എടാ, നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് പെട്ടെന്ന്. അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരല്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ ഒരു മെയില് കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മെയിലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകള്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്, മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതല്ലേ നല്ല സമയം. ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ, ഞങ്ങളത് നോക്കട്ടെ. ശരി. പ്രഭാകര, 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്യാത്ത കാര്യത്തിന്. നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI ഓരുടെ പാർട്ടിക്കാരനാണ്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇന്ന് പോവാ പ്രകാര. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. അയ്യോ കണ്ണ, വേറൊരു കാര്യമുണ്ട്. ഓള് വീട്ടിൽ കത്തിരിക്കും. പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ? ഓ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ? കാലക്കണം. ചെല്ലി ചെല്ലി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീൽ ചെയ്യണം. ആർട്ടിന്റെ റിസർവ് ബാങ്ക്. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. ഇനി കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി.
ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന 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 എനിക്ക് ബാ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ. ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമായ ರೀ ನೀವು ಬಂದ್ರ ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ. ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ. ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. അമ്മേ അമ്മേ ഒന്നുകൂടി വാ. ഇവളെന്തല്ലേ പറയുന്നേ? ആ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത് എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല, കന്നഡയാന്ന്. ಹೌದು ಹೌದು. വിദ്യേ ഓള് നല്ല പാങ്ങാന്നാ കേട്ടിനെ. നീ കണ്ടിനാ? നീ കണ്ടിനാന്ന്? ഞാൻ കണ്ടിട്ടാ, മഹേഷ് കണ്ടിന്. മഹേഷ? ആ നമ്മ മഹേഷ്. ഞാൻ ഈ പീടികയെല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നും ആലോചിക്കുക. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം നാറി. ഒന്ന് അടങ്ങന്റെ വിദ്യ. ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും. നീ നോയിക്കോ. നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി. അല്ലെന്തരാ പാണത്തൂരോ മറ്റോ ഏതോ ഉസ്താദ് ഉണ്ടെന്ന് കിട്ടു. വല്ല മന്ത്രവാദോ ആവാഹനോ അങ്ങനെ ഇതിൽ നോക്കണ? ഏയ് ഈനുള്ള മരുന്നല്ല വേറെ ഉണ്ട്. നീ വേജാറാവണ്ടക്ക്, നമ്മക്കെല്ലാം ശരിയാക്കാം. ಸೂರ್ಯೋದಯದ ನಂತರ ಇದ್ರೆ ಕುಟುಂಬಕ್ಕೆ ಹಾಳು ಅಂತ ಅಮ್ಮ ಹೇಳುತ್ತಿದ್ರು. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಅಪ್ಪ ತೀರಿಕೊಂಡ್ರು. ಆಮೇಲೆ ಅಮ್ಮ ಕೂಡ ತೀರಿಕೊಂಡ್ರು. ನಂತರ ನನ್ನನ್ನು ಮತ್ತೆ ನನ್ನ ತಂಗಿಯರನ್ನು ಬೆಳೆಸಿತು ನನ್ನ ಮಾವ. ಇಲ್ಲಿರುವ ರಾಮಚಂದ್ರ ಅಣ್ಣ ಮತ್ತೆ ನನ್ನ ಮಾವ ಒಳ್ಳೆಯ ಗೆಳೆಯರು. നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടാ. ഓൻ ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ടോളെ. നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടു. ഇതൊരു നാട്ടുപറയല്ലോളെ. അപ്പുറവും ഇപ്പുറവും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണ. ആ കുടുംബശ്രീ രമണിയാറ്റം അറിഞ്ഞാലുണ്ടല്ല അങ്ങനെ എടുത്തിട്ട് വാട്സാപ്പിലിടും. ಅಮ್ಮ ನೀವೇನು ಹೇಳುತ್ತಿದ್ರಿ ಅದು ನನಗಂತೂ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ. ಏನ ಹೇಳಿದ್ರು ನನಗೆ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ತುಂಬಾ ಇಷ್ಟ. ನನ್ನ ಭಾಗ್ಯ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಿಕ್ಕಿತ್ತು. അത് സാരല്ലേ, ഇത് ആദ്യത്തെ ദിവസമായിട്ടല്ലേ. ഇവിടുത്തെ മൂത്ത പെണ്ണല്ലേ നീ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. എല്ലാരെയും കൊണ്ട് നമ്മ നല്ലതേ പറയിക്കാവും. അമ്മ നിങ്ങ എന്ത് നീ കാട് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക്. ഏത് ഭാഷയില്? മലയാളത്തിലാ? ഹരിതേ ഹരിതേ ഒരു തോർത്തിങ്ങോട്ട് കൊണ്ടുവാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഇനി എല്ലാ ഏട്ടിനോട് പറഞ്ഞാൽ മതി. ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന. ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಪುನೀತರವರ ಹಾಗಿದ್ದೀರಾ? ശരി.